بسم الله الرحمن الرحيم. الله الذي جعل لكم الأنعام لتركبوا منها ومنها تأكلون ولكم فيها منافع ولتبلغوا عليها حاجة في صدوركم وعليها وعلى الفلك تحملون ويريكم آياته فأي آيات الله تنكرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1653 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള 2-ാം ദിവസ ചർച്ചയാണെന്ന്. ചർച്ചക്കാരൻ പങ്കുവയ്ക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആമ ലിതർകബൂ മിൻഹാ വമിൻഹാ തഅകുലൂൻ വലക്കും ഫീഹാ മനാഫിഉ വലിതബ്ലുഗൂ അലൈഹാ ഹാജതൻ ഫീ സുദൂരിക്കും وعليها وعلى الفلك تحملون ويريكم آياته فأي آيات الله تنكرون صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 79 മുതൽ 81 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം പൂർത്തീകരിച്ചതിനെ തുടർന്നുള്ള 2-ാം ദിവസ ചർച്ചയിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ദിവസം 7 ചോദ്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയും അതിനുള്ള പ്രതികരണം നൽകുകയും ചെയ്തു. അതിനെ തുടർന്ന് ഏതാനും ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. അത് ഇപ്പോ കൈകാര്യം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, അല്ലാഹുവാണ് യഥാർത്ഥ ദൈവം എന്നതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്നതാണ്. അതിന്റെ ഉപചോദ്യങ്ങളുണ്ട്. രണ്ടാമത്, എല്ലാം അറിയുന്ന അള്ളാഹുവിന് എന്തിനാണ് പ്രാർത്ഥന? ഇതെല്ലാം ജനത്തിനെ മതത്തിൽ കൊണ്ടുവന്ന് അവരെ ഉപയോഗിക്കാനുള്ള തന്ത്രം മാത്രമല്ലേ? അറബ് സംസ്കാരത്തിനും സാമ്രാജ്യത്വത്തിനും വേണ്ടി മനുഷ്യരെ ഉപയോഗിക്കാനല്ലേ ഇതെല്ലാം ഉപകരിക്കുന്നത് എന്നതാണ്. അള്ളാഹുവാണ് യഥാർത്ഥ ദൈവം എന്നതിന് തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം ഉന്നയിച്ച ആള് യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ട് എന്നത് അംഗീകരിക്കുന്നു എന്നാണ് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത്. നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു യഥാർത്ഥ ദൈവം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ഒരു ദൈവം. ഈ പ്രപഞ്ചത്തെ ഈ വിധത്തില് സമഗ്രമായി സംവിധാനിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും അതിലെ സകല കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യുന്നവനായ ഒരു പ്രപഞ്ച സ്രഷ്ടാവുണ്ടല്ലോ, ആ കാര്യം അംഗീകരിക്കുന്ന വിധത്തിലാണ്. അത് അള്ളാഹുവാണോ എന്നുള്ള സംശയം മാത്രമേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അള്ളാഹു എന്ന് നിങ്ങൾ വിളിക്കണം എന്നില്ല. നിങ്ങൾ വേറെന്തെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുള്ള പേര് വിളിച്ചോളൂ. എന്ത് പേര് വിളിച്ചാലും ഒരു പ്രപഞ്ചനാഥനുണ്ട്, ഒരു പ്രപഞ്ച സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പേര് അള്ളാഹു എന്നതാണ്. അത്രയേ ഉള്ളൂ വിഷയം. അപ്പോ അങ്ങനെ ദൈവമുണ്ട്, യഥാർത്ഥ ദൈവം ഉണ്ട് എന്നൊരു കാര്യം ഉൾക്കൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പേരിന്റെ മാത്രം പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നെ എല്ലാം അറിയുന്ന അള്ളാഹുവിന് എന്തിനാണ് പ്രാർത്ഥന എന്നുള്ളതാണ്. പ്രാർത്ഥന അള്ളാഹുവിന് വേണ്ടിയല്ല, അത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യർക്ക് ദിശാബോധം നഷ്ടപ്പെടാതെ ദൈവസ്മരണ നഷ്ടപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുന്നവരായി മാറാതിരിക്കാനും അവർക്ക് തങ്ങള് കൈയൊഴിയപ്പെട്ടവരാണ്, തങ്ങളുടെ കാര്യത്തിൽ മേൽനോട്ടക്കാരനായിട്ട് ആരുമേ ഇല്ല എന്ന തോന്നലൊക്കെ ഇല്ലാതാവാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അവൻ അള്ളാഹുവിന് വിധേയപ്പെട്ടവനാണ് എന്ന ഒരു ബോധം ഉണ്ടാകുമ്പോഴാണ് ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നതാണ് അതിന് കാരണം. അതിനുവേണ്ടിയാണ് നമസ്കാരം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അഖ്മിസ് സ്വലാത്ത ലിദിക്രി എന്നാണ് ഒരിടത്ത് പറയുന്നത് കാണാം.
എന്റെ സ്മരണ നിലനിർത്തുന്നതിനായിട്ട് നമസ്കാരം നടപ്പിലാക്കുക എന്നതാണ് നിർദ്ദേശം. അപ്പൊ നമസ്കാരത്തിന്റെ താല്പര്യം നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നവരാകാൻ വേണ്ടിയാണ്. അതിന്റെ ഫലം നമുക്ക് തന്നെയാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിവരണങ്ങളിൽ നിന്ന് വ്യക്തമാകുക. ഇതെല്ലാം ജനത്തിനെ മതത്തിൽ കൊണ്ടുവന്ന് അവരെ ഉപയോഗിക്കാനുള്ള തന്ത്രം മാത്രമല്ല, അറബ് സംസ്കാരം, ഇസ്ലാമിക സംസ്കാരം ഇതൊക്കെ വ്യാപിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ ഉപയോഗപ്പെടുത്തുന്ന വേണ്ടിയുള്ള തന്ത്രമല്ലേ എന്നൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ സ്വന്തം നിലക്ക് തീരുമാനിച്ചോളൂ. കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ചരിത്ര വസ്തുതകളെയും ഇസ്ലാം ലോകത്തുണ്ടാക്കിയ സ്വാധീനത്തെയും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് അത് ആർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കി കൊടുത്തു എന്നതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തിക്കൊള്ളൂ. അടുത്ത ചോദ്യം, മനുഷ്യനിർമ്മിതമായ ഒരു കാർ ഡ്രൈവർ സ്റ്റിയറിംഗ് തിരിച്ചാലും ആ വഴിക്ക് പോകാതെയിരുന്നാൽ മനുഷ്യർ ആ പ്രശ്നം ഉടനെ തിരുത്തും. അപ്പൊ മനുഷ്യൻ നിർമ്മിച്ച ഒരു കാറ് പോലെയുള്ള സംഗതി അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അത് ഫങ്ഷൻ ചെയ്യാണ്ടായാൽ അതിന് വേണ്ട തിരുത്തൽ വരുത്തി അതിന്റെ കേടുപാടുകളോ അല്ലെങ്കിൽ പോരായ്കയോ ഡിഫക്റ്റോ ഒക്കെ തിരുത്തിയിട്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോവുക. മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ. അള്ളാഹു മനുഷ്യൻ അവനെ ആരാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ടും അള്ളാഹു തഴയപ്പെടുന്നു. തന്നോട് ഭക്തി കാണിക്കുന്ന മനുഷ്യരെ ആസൂത്രണം ചെയ്താൽ പോരെ, തന്നെ ധിക്കരിക്കുന്ന മനുഷ്യരെ ആസൂത്രണം ചെയ്ത് പടച്ചു വിട്ടത് എന്തിനാണ്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നം എന്നതാണ്. ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആഗ്രഹിച്ചത് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനെ സൃഷ്ടിക്കാനാണ്. അള്ളാഹുവിന് വഴിപ്പെടുന്നവരും ഉണ്ടാവും, വഴിപ്പെടാത്തവരും ഉണ്ടാവും. ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നവരും ഉണ്ടാവും, ബുദ്ധി പ്രയോജനപ്പെടുത്താത്തവരും ഉണ്ടാവും. അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉള്ള വിധത്തില് ഒരു സൃഷ്ടിപ്പായിട്ടാണ് മനുഷ്യനെ അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അവന്റെ താല്പര്യവും അതാണ്. എന്നിട്ട് സ്വന്തം തിരിച്ചറിവോടുകൂടി അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അവന് അടിമപ്പെടുന്ന, അവനെ അനുസരിക്കുന്ന ആളുകള് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടായി വരിക എന്നതാണ് അള്ളാഹു ലക്ഷ്യമിട്ടിട്ടുള്ള കാര്യം. താൻ സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യരും തനിക്ക് വഴങ്ങണം, തനിക്ക് വിധേയപ്പെടണം, തന്നെ അനുസരിക്കണം എന്ന ഒരു ഉദ്ദേശ്യമല്ല അതിനുള്ളത്. തിരിച്ചറിവോടുകൂടി സ്വമേധയാ ചെയ്യുന്നവർ ഉണ്ടാവണം എന്നതാണ്. അതല്ലാത്ത നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തില് അള്ളാഹു നിർദ്ദേശപ്രകാരം എല്ലാം നടപ്പിലാക്കുന്ന സൃഷ്ടികളെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയുള്ള കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. മലക്കുകൾ ഉൾപ്പെടെയുള്ള സകല സൃഷ്ടിജാലങ്ങളും പൂർണ്ണമായും അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിധത്തിലുള്ളതാണ്. അത് ഇനി സൃഷ്ടിക്കാൻ അതിൽ വല്ല കൗതുകവും ബാക്കിയുണ്ട് എന്ന് കരുതി മനുഷ്യനെ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ കുറെ ജീവജാലങ്ങളെയും മലക്കുകളെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹു അവന്റെ അഭീഷ്ടപ്രകാരം സ്വമേധയാ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടുന്നവരും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുമായി ജീവിക്കുന്ന വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്ന ഒരു സ്പീഷീസിനെ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ താല്പര്യം ഇവിടെ ലംഘിക്കപ്പെടുന്നില്ല, അവന് തഴയപ്പെട്ടിട്ടില്ല. അവന് വിധേയപ്പെടാതെ ഇരുന്നത് കൊണ്ട് അവന്റെ ആ സംരംഭം പരാജയമായി എന്നും പറയേണ്ടതില്ല. കാരണം അങ്ങനെയാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിലെന്താ പ്രശ്നം? അങ്ങനെയും അള്ളാഹുവിന് തീരുമാനിക്കാമല്ലോ. അപ്പോ മറ്റൊരു ചോദ്യം, വഴിതെറ്റിക്കപ്പെടാത്ത രീതിയിൽ മനുഷ്യ സൃഷ്ടിയെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പരിഷ്കരിച്ച് പുനഃസൃഷ്ടിച്ചാൽ പോരെ അള്ളാഹുവിന് എന്നാണ്. അള്ളാഹുവിനെ സഹായിക്കാൻ വേണ്ടി ഒരു അഭിപ്രായം ഇവിടെ മുന്നോട്ട് വെക്കുകയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്ന ആള്. അള്ളാഹു ഇങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടല്ല മനുഷ്യർ അള്ളാഹുവിന് വിധേയപ്പെടാത്തത്. അതുകൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിനെ അനുസരിക്കുന്ന വിധത്തിലുള്ള പ്രകൃതത്തോടു കൂടി മനുഷ്യനെ ഒന്ന് പുനരാവിഷ്കരിച്ചെടുത്താൽ പോരെ എന്നതാണ് അള്ളാഹുവിടെ ഉന്നയിക്കുന്ന, അള്ളാഹുവിനോട് ഇവിടെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ ചോദ്യം ഉന്നയിച്ച ആള് ഉന്നയിച്ചിരിക്കുന്നത്. അത് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കുന്നു? അത് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ, അള്ളാഹു ചെയ്തോളൂ. ഈ ഒരു 10 year ഉണ്ടല്ലോ, മനുഷ്യന്റെ മരണം വരെ ഉള്ള ഈ സമയത്തേക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണിത്.
അതുകൊണ്ടായി കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഇപ്പോ അള്ളാഹുവിനെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരുമായ മുഴുവൻ മനുഷ്യരും തന്നെയും പൂർണ്ണമായി അള്ളാഹുവിന് വിധേയപ്പെട്ട് അവന്റെ മുന്നിൽ എല്ലാ സർവ ആയുധങ്ങളും വെച്ച് കീഴടങ്ങുന്ന, അവൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സംഗതിയും ചെയ്യാൻ ആലോചിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് എല്ലാവരും പരിവർത്തിതരാകാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വറീഡ് ആവണ്ട, ധൃതി കൂട്ടണ്ട, ഒരല്പം വെയിറ്റ് ചെയ്തോളൂ, സമയമാകുമ്പോൾ സംഭവിച്ചോളൂ. മറ്റൊരു കാര്യം, എന്തൊരു ഭയങ്കര ഭയപ്പെടുത്തലാണ് ഈ അള്ളാഹുവിൻ്റെത്. ഇത് തന്നെയാണോ സർവശക്തനും പ്രപഞ്ച സൃഷ്ടാവും ആണ് എന്നൊക്കെ പറയുന്ന അള്ളാഹു എന്നാണ്. ഈ സൂറത്തിലെ 69 മുതൽ 74 വരെയുള്ള ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ആ ദിവസം ആണ് ഈ ചോദ്യം, ആ ആയത്തുകൾ ചർച്ച ചെയ്ത ദിവസങ്ങളിലാണ് അദ്ദേഹം ഈ ചോദ്യം പോസ്റ്റ് ചെയ്യുണ്ടായിട്ടുള്ളത്. അപ്പൊ അതില് അവിടെ പറയുന്ന കാര്യങ്ങൾ, അല്ലദീന കദ്ദബു ബിൽ കിതാബി വബിമാ അർസൽനാ ബിഹി റുസുലന, അള്ളാഹുവിന്റെ കിതാബിനെയും നാം ദൂതന്മാരുടെ അടുക്കല് കൊടുത്തു വിട്ടിട്ടുള്ള സംഗതികളെയും നിഷേധിക്കുന്ന ആളുകൾ അവർ വൈകാതെ തന്നെ അറിയും. അതുപോലെ കണ്ടവളയങ്ങളും ചങ്ങലകളും ഒക്കെ അവരെ വരിഞ്ഞു മുറുക്കുന്ന, അതുപോലെ ചങ്ങലക്കിട്ട അവസ്ഥയിൽ വലിച്ചിഴക്കപ്പെടുന്ന, എന്നിട്ട് ചുട്ടുപൊള്ളുന്ന ദ്രാവകത്തിലേക്ക് അവരുടെ ദാഹം തീർക്കാൻ വേണ്ടി വലിച്ചിഴക്കപ്പെടുന്ന, അതിനുശേഷം നരകത്തില് നിക്ഷേപിക്കപ്പെടുന്ന ഒരവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്ന ആയത്തുകളാണ്. അള്ളാഹു ഈ വിധത്തിലുള്ള കഠിനമായ ദണ്ഡനങ്ങള് പാപികളായ മനുഷ്യരെ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിഷേധികൾക്ക് അള്ളാഹു ആ വിധത്തിലുള്ള ശിക്ഷയാണ് നൽകുക എന്ന്. ഇത് ഭയങ്കര ഭയപ്പെടുത്തലാണ് എന്നത് സത്യമാണ്. ഭയപ്പെടുത്തേണ്ട കാര്യം ഭയപ്പെടുത്തേണ്ടത് തന്നെയാണല്ലോ. അതിന് പകരം തെറ്റായ പ്രതീക്ഷ നൽകിക്കൊണ്ട് ആശ്വാസം പകർന്നുകൊണ്ട് അവരെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണോ സംസാരിക്കേണ്ടത്? ഭയപ്പെടുത്തേണ്ടവനെ ഭയപ്പെടുത്തന്നെയാണ് വേണ്ടത്. അങ്ങനെ മനുഷ്യരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഭയപ്പെടുത്തേണ്ട ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെയല്ലേ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. നമ്മളെ ഏത് രാജ്യത്തും നിലനിൽക്കുന്ന ഒരു ശിക്ഷാവിധിയൊക്കെ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളൊക്കെ അങ്ങനെയല്ലേ പ്രവർത്തിക്കുന്നത്? ഭയപ്പെടുത്തേണ്ടവരെ ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അത് ഭയപ്പെടുത്തതിൽ അതില് അടിസ്ഥാനരഹിതമായതാണോ മിഥ്യ അധിഷ്ഠിതമാണോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത് കാര്യം. ഇത് തെറ്റായതാണെങ്കിൽ, വ്യാജമായതാണെങ്കിൽ, ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ അത് ഭയപ്പെടുത്തൽ വെറും വിരട്ടലായിട്ട് നമുക്ക് കാണേണ്ടി വരും. അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീരുമാനിക്കുക. അത്രേ അതിൽ പറയാൻ കഴിയുള്ളൂ. മറ്റൊന്ന്, ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ കഴിയാതെ വമ്പൻ പരാജയമായ അള്ളാഹുവും പ്രവാചകനുമാണോ തെറ്റുകാർ, അതോ തെളിവ് ആവശ്യപ്പെടുന്ന മനുഷ്യനാണോ തെറ്റുകാർ? ആരാണ് യഥാർത്ഥത്തിൽ ശിക്ഷാർഹർ എന്നാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. മനുഷ്യന് അള്ളാഹുവിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്നതിൽ വമ്പൻ പരാജയം അള്ളാഹുവിനുണ്ടായി, അള്ളാഹുവിന്റെ ദൂതനും ഉണ്ടായി എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് വസ്തുതാപരമല്ല. കോടിക്കണക്കിന് ആളുകള് അള്ളാഹുവിന്റെ മഹത്വം പ്രവാചകന്റെ അധ്യാപനം മുഖേനയും വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളുടെ അടിസ്ഥാനത്തിലും ബോധ്യപ്പെട്ടവരാണ്. അവര് അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായ ആളുകളുമാണ്. അവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അത് ബോധ്യപ്പെടാത്തവര് ഒരു ആത്മവിചാരണ നടത്തി അവര് സത്യസന്ധമായിട്ടാണോ ബോധ്യപ്പെടാതെ ഇരിക്കുന്നത്, അതല്ല കരുതിക്കൂട്ടി ബോധ്യപ്പെട്ടില്ല ഒരു നാട്യം കാണിച്ചുകൊണ്ട് നിൽക്കുകയാണോ എന്നത് അവരൊന്ന് പരിശോധിച്ച് നോക്കിക്കോട്ടെ. കാരണം ഇത് നിർണായകമായ ഒരു മാനദണ്ഡമായി മാറുന്ന ഒരു ഘട്ടത്തില് ആ പരിശോധന അവർക്ക് പ്രയോജനം ചെയ്യില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വം ബോധ്യപ്പെടാത്ത ഒരു വിഷയം ഇവിടെ കോടിക്കണക്കിന് മനുഷ്യരുടെ കാര്യത്തിലില്ല. ബഹുകോടി മനുഷ്യര് അത് ബോധ്യപ്പെട്ടവരാണ്.
അത് ബോധ്യപ്പെടുത്തുന്നതിൽ അള്ളാഹുവോ അവന്റെ പ്രവാചകനോ പരാജയപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെടേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവര് അവരുടെ നിലപാട് ശരിയാണോ എന്നത് പരിശോധിച്ച് നോക്കിക്കോട്ടെ. കാരണം ആ പരിശോധന അവർക്ക് പ്രയോജനം ചെയ്യുകയില്ലാത്ത ഒരു നാള് വരാനിരിക്കുകയാണല്ലോ. അപ്പോ ആ വിഷയത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റുകാരൻ ആരാണെന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഞാൻ പറയേണ്ടതില്ല. ആരാണ് തെറ്റുകാരൻ? അള്ളാഹുവും അവന്റെ ദൂതനുമാണോ തെറ്റുകാര്? അതല്ല, തെളിവ് ചോദിക്കുന്ന ഈ ആളുകളാണെന്നുള്ളത്. തെളിവ് ചോദിച്ചാൽ മാത്രം പോരാ, അത് കാണിക്കുമ്പോൾ അത് കാണാനുള്ള സന്നദ്ധതയും അതിനുള്ള തയ്യാറും ഉണ്ടാവേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒന്നും കാണാൻ കഴിയില്ല. നമ്മളൊരു സംഗതി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാളെ വിരൽ ചൂണ്ടി ഒരു സംഗതി പിൻ പോയിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോ ആ കണ്ണു വീഴ്ച അങ്ങനെ നിൽക്കുന്ന ഒരു നിലപാടാണ് കാണിക്കുന്നത്. അത് കണ്ടു പ്രതികരിച്ചു എന്നൊരു റെസ്പോൺസ് അയാളിൽ നിന്നുണ്ടാവുന്നില്ല എങ്കിൽ അയാൾക്കത് ഫലം ചെയ്യൂല. കാണാനുള്ള സന്നദ്ധതയുള്ളവരെ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് അവര് സ്വയം തീരുമാനിച്ചോട്ടെ. അക്കാര്യത്തില് തെളിവ് ആവശ്യപ്പെടുന്ന ആളുകള് തെളിവ് കാണിക്കപ്പെടുമ്പോ അതിനെ മനനം ചെയ്യാനും ഉൾക്കൊള്ളാനും സന്നദ്ധത കാണിക്കുമ്പോഴാണ് അത് തെളിവായിട്ട് അവർക്ക് ബോധ്യപ്പെടുക. അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ അപ്പോ അവര് തീരുമാനിച്ച വിധത്തിൽ അവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ. അതിന് ഒരു ആഖിബത്ത് ഉണ്ടാവുമല്ലോ, ഒരു അന്തിമമായ ഒരു പരിണതി ഉണ്ടാകും. ആ സമയം വരെ അവർക്ക് ഞങ്ങളൊന്നും കണ്ടില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ അവസരം ഉണ്ടാവും. ആ സമയം എത്തുന്നത് വരെ. അതുവരെ അവരത് ചെയ്തുകൊണ്ട് പോയിക്കൊള്ളട്ടെ. മറ്റൊരു ചോദ്യം, സത്യമാർഗം എന്നത് വെറും ഒരു അവകാശവാദമല്ലേ? പുരുഷ ബീജം നട്ടെല്ലിനും വാരിയെല്ലിനും ഇടയിൽ നിന്ന് വരുന്നുവെന്ന് പറയുന്ന തെറ്റായ വിവരം നൽകുന്ന ഖുർആൻ തന്നെയല്ലേ സത്യമതം എന്ന് അവകാശവാദവും ഉയർത്തുന്നത്? ഈ പുരുഷബീജം എന്ന് വാരിയെല്ലിൽ നിന്നും അതുപോലെ നട്ടെല്ലിനും ഇടയിൽ നിന്ന് വരുന്നു എന്നത് പുരുഷബീജം എന്നൊരു പരാമർശമല്ല ഖുർആൻ നടത്തിയിട്ടുള്ളത്. വാരിയെല്ലിനും നട്ടെല്ലിനും ഇടയിൽ നിന്നായി പുറപ്പെടുന്ന ഒരു സ്രവത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയാണ് വാരിയെല്ലിനും നട്ടെല്ലിനും ഇടക്ക് നിന്ന് എന്ന് പറയുന്ന പ്രയോഗം ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നത് ഒരു ക്ലിനിക്കൽ റെപ്രസെന്റേഷൻ പോലെ, ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ പോലെ ഞാൻ നേരത്തെ ഇതേ ആള് ഉന്നയിച്ച ഒരു ചോദ്യത്തിനുള്ള വിശദീകരണമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ കാണാൻ പറ്റും. നിങ്ങളത് തെരഞ്ഞെടുത്ത് കേട്ട് മനസ്സിലാക്കിക്കോളൂ. പിന്നെ സത്യമതം എന്നത്, സത്യമാർഗം എന്നത് ഒരു അവകാശവാദമല്ലേ എന്നത്, ഏത് സ്റ്റേറ്റ്മെന്റും അവകാശവാദങ്ങൾ തന്നെയാണ്. അവകാശവാദമാണ് എന്നതല്ല വിഷയം, അത് ശരിയാണോ അല്ലേ എന്നതാണ് വിഷയം. അത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൂൾസ് ഉണ്ടല്ലോ, അള്ളാഹു തന്ന ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് പ്രയോജനപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കോളൂ. ഈ സ്റ്റേറ്റ്മെന്റ്, ഈ അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്നത്. അവകാശവാദം ഞാനും നിങ്ങളും ഭൂമുഖത്തുള്ള മനുഷ്യരൊക്കെയും അള്ളാഹുവും അവന്റെ ദൂതനും ഒക്കെ നടത്തുന്നുണ്ടാവും. അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നത് വിലയിരുത്താനുള്ള ടൂൾസ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കോളൂ. ഞാൻ ഇത് സംബന്ധമായ തീരുമാനം പണ്ടെന്നോ എടുത്തിട്ടുള്ളതാണ്. അത് കേവലമായ അടിസ്ഥാനരഹിതമായ അവകാശവാദമാണോ അതല്ല ഒരു വസ്തുത തന്നെയാണോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാൻ വളരെ മുമ്പ് തന്നെ പടച്ചവന്റെ അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹം സൂചിപ്പിച്ചത് 86-ാമത്തെ സൂറത്തിലെ 7-ാമത്തെ ആയത്ത്, യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ് എന്ന ഒരു പരാമർശം, അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അത് പറഞ്ഞ ഖുർആനല്ലേ, അതുകൊണ്ട് സത്യമാർഗം എന്ന് പറഞ്ഞത് ശരിയാവോ എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ ഇതിന് ഉത്തരം ഞാൻ നേരത്തെ നൽകിയത് നിങ്ങൾ ഒന്നുകിൽ കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കേൾക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാവാം. പക്ഷെ ഇതേ വിഷയം നിങ്ങളിൽ നിന്ന് വീണ്ടും അങ്ങനെ
ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. ദൈവം സഹായത്തിനായി തന്ന മൃഗങ്ങളെ മനുഷ്യൻ കൈവിട്ടു. ഇന്ന് ഹെലികോപ്റ്റർ, വിമാനം, കാറുകൾ, അതുപോലെ സബ്മറൈനുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നു. അതൊന്നും ഖുർആൻ ഇറക്കി തന്ന കാലത്ത് അള്ളാഹുവിന് അറിയാമായിരുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മൃഗങ്ങളെ അള്ളാഹു നൽകിയതാണ്. കന്നുകാലികളെയും അതുപോലെ സഞ്ചാര ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒട്ടകം, കുതിര പോലെയുള്ള, കഴുത പോലെയുള്ള മൃഗങ്ങളെയൊക്കെ അള്ളാഹു മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത് തന്നിട്ടുള്ളതാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ. നമ്മൾ പഠന വിധേയമാക്കിയ 79 മുതൽ 81 വരെയുള്ള ആയത്തുകളിൽ ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ ഈ കാര്യം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോ മനുഷ്യൻ ഇന്നത് ഒക്കെ കൈവിട്ടു എന്നാണ് പറയുന്നത്. ആ കൈവിട്ടു എന്ന് പറയുന്നത് ഭാഗികമായിട്ട് ശരിയായിരിക്കാം. പക്ഷെ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ഇപ്പോഴും ഇവയെ വാഹനങ്ങളായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അവയൊന്നും കമ്പോളത്തിൽ വിലയില്ലാത്തതായി മാറിയിട്ടില്ല. ഇന്നും നല്ല മുന്തിയ ഇനം സവാരി കുതിരക്ക് വലിയ വിലയാണ്. കന്നുകാലികൾ മാംസ ആവശ്യത്തിന് പ്രയോജനപ്പെടുത്തപ്പെടുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വിലയേക്കാൾ എത്രയോ ഇരട്ടി വിലയാണ് ഇപ്പോ. നമ്മളൊരു പോത്തിനെയോ ഒരു കാളയെയോ ഒക്കെ വാങ്ങാൻ വേണ്ടി ചന്തയിൽ പോയി നോക്കിയാൽ അറിയാം അവയുടെ വില എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അവയുടെ പ്രയോജനം ഇല്ലാതായി എന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നുവെങ്കിൽ ആ സങ്കല്പിക്കലാണ് തെറ്റ് എന്നത് കമ്പോളത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മള് നൂതനമായ പുതിയ വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്തു എന്നത് ശരിയാണ്. ഈ രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾക്ക് അതിനടിസ്ഥാനമായ ആശയം മനുഷ്യ മനസ്സിൽ നാഗരിക വളർച്ചയുടെ പ്രത്യേകമായ ഘട്ടത്തില് അവന് ലഭിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, പ്രകൃതിയില് അള്ളാഹു മനുഷ്യന് വേണ്ടി രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുള്ള പലതിനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അത്തരം സംഗതികള് യന്ത്രങ്ങളുടെ പിൻബലത്തോടു കൂടി എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നൊരു അന്വേഷണം മനുഷ്യനിൽ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് വാഹനങ്ങളിലേക്ക് മനുഷ്യൻ എത്തുന്നത്, അതിന്റെ നൂതനമായ രൂപങ്ങളിലേക്ക് എത്തുന്നത്. കരയിലും കടലിലും ആകാശത്തുമൊക്കെ സഞ്ചരിക്കാവുന്ന വിധത്തിലുള്ള വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ആശയം ഈ മാതൃകകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ അന്വേഷിച്ചപ്പോ മനുഷ്യന്റെ മനസ്സിലേക്ക് മനുഷ്യന്റെ സ്രഷ്ടാവ് ഇട്ടുകൊടുത്തിട്ടുള്ള ആശയങ്ങളാണ്. അതാണ് മനുഷ്യന് അള്ളാഹു നൽകിയ പ്രത്യേകമായ ശാരീരിക ഘടനയുടെ നേട്ടം പ്രയോജനപ്പെടുത്തിക്കൊണ്ടും പ്രകൃതിയിൽ ലഭ്യമായ രാസപദാർത്ഥങ്ങളുടെയും അതുപോലെ ജൈവ വസ്തുക്കളുടെയും ഒക്കെയായ പല സംഗതികളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് ഇവ രൂപകൽപ്പന ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഉദാഹരണത്തിൽ കപ്പൽ നിർമ്മിക്കുന്നതിന് ഒരു ആശയം മാത്രം പോരാ, ആ ആശയം നടപ്പിലാക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. അതിനു വേണ്ട വൃക്ഷത്തടികളും പലകകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതൊക്കെ രൂപപ്പെടുത്തിയെടുത്ത് മനുഷ്യൻ അത് പ്രയോജനപ്പെടുത്തിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ട ആശയം മനുഷ്യ മനസ്സിൽ തോന്നിപ്പിച്ചതും അതുപോലെ ഈ സംഗതികള് പ്രപഞ്ചത്തിൽ ലഭ്യമാക്കിയതും ഒക്കെ നിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് അവകാശവാദം ഉണ്ടോ? ന്യൂട്ടന്റെ മനസ്സിൽ, ഐൻസ്റ്റൈന്റെ മനസ്സിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെയും കണ്ടുപിടുത്തക്കാരുടെയൊക്കെ മനസ്സിൽ ഈ ആശയങ്ങൾ രൂപപ്പെടുത്തിയത് നിങ്ങളാണ് എന്നത് നിങ്ങൾക്ക് അവകാശവാദമുണ്ടോ? എന്റെ മനസ്സിൽ ഒരാശയം ഉണ്ടാക്കിയത് ഞാനാണ് എന്ന അവകാശവാദം എനിക്കില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന ഒരാശയമാണല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടാൻ എനിക്ക് കഴിയോ? നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നത് അവകാശപ്പെടാൻ നിങ്ങൾക്ക് കഴിയോ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ, എന്റെ മനസ്സിൽ, ശാസ്ത്രകാരന്മാരുടെയും കണ്ടുപിടുത്തക്കാരുടെയും മനസ്സിൽ ആശയങ്ങൾ ഇട്ടുകൊടുത്തത് ആരാണ് എന്നതിനുള്ള ഉത്തരം, ഇസ്ലാമിലുള്ള ഉത്തരം, അത് സ്രഷ്ടാവായ ദൈവമാണ് എന്നതാണ്.
നിങ്ങൾക്ക് അത് സ്വീകാര്യമാണെങ്കിൽ അത് സ്വീകരിച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തുറന്നു കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ദൈവത്തിന് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇത് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ലോകാന്ത്യം വരെ മനുഷ്യരെന്തൊക്കെ ചെയ്യും എന്നതിനെ കുറിച്ച് അറിയും എന്ന് മാത്രമല്ല, അതെങ്ങനെ ചെയ്യണം എന്നത് വരെ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോഴേ അവൻ ദൈവമാവുകയുള്ളൂ. വികലമായ ദൈവസങ്കല്പങ്ങളുമായി നടക്കുന്ന ആളുകൾക്ക് ഇത് ഒന്നും ദൈവമല്ല എന്ന് തോന്നും. കാരണം അവരെ മനസ്സിലുള്ള ദൈവം എന്ന് പറയുന്നത് പരിമിതികളുള്ള മനുഷ്യനെ പോലെയുള്ള ഓരോ രൂപങ്ങളാണ്. അതല്ല ദൈവം എന്നത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഖുർആൻ തന്നെ ഒരു സൂചന നൽകുന്നുണ്ട്. കന്നുകാലികളെ മനുഷ്യന് പ്രയോജനകരമായ വാഹനമായി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന സൂചന നൽകിയ അതേ ഖുർആൻ സൂറത്ത് യാസീനിൽ പറയുന്നു എന്ന് കേട്ടു നോക്കൂ. വഖലഖ്നാ ലഹും, അവർക്കായി നാം സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ മിസ്ലിഹി, ഈ വാഹനങ്ങൾ, കന്നുകാലികളിൽപ്പെട്ട ഈ വാഹനമായി ഉപയോഗിക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് പുറമെ അവയുടെ പോലെയുള്ള മാ യർകബൂൻ, അവര് സവാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറെ പലതും നാം അവർക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ചോദിച്ചത് കപ്പല്, വിമാനം, സബ്മറൈൻ, ഇതിന്റെയൊക്കെ ഉടമസ്ഥതയും അതിന്റെയൊക്കെ ക്രെഡിറ്റും അള്ളാഹു ഏറ്റെടുക്കും എന്നല്ലേ നിങ്ങളുടെ ആശങ്ക? അത് നിങ്ങൾ ജനിക്കുന്നതിന്റെ പോലും, നിങ്ങളുടെ മുതുമുത്തച്ഛൻ ജനിക്കുന്നതിന്റെ പോലും മുമ്പ് അള്ളാഹു നേരത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അതാണ് സൂറത്ത് യാസീനിൽ അള്ളാഹു ഇവിടെ പറയുന്നത്, ഇതുപോലെയുള്ളത് വേറെയും അവൻ നിങ്ങൾക്കായി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന്. അപ്പോ അന്ന് അജ്ഞാതമായിരുന്ന വിമാനം, അന്തർവാഹിനി ഒക്കെ പോലെയുള്ള സഞ്ചാര സാധ്യതകൾ അത് അവൻ നേരത്തെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നു. അവയെ ഭൂമുഖത്ത് മനുഷ്യർക്ക് പ്രയോജനകരമായ വിധത്തിൽ അവതരിപ്പിക്കാൻ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് അവയൊക്കെയും രംഗത്ത് വന്നിട്ടുമുണ്ട്. അത് ദൈവികമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ഈ ചോദ്യം ഉന്നയിച്ച ആളുകളുടെ മുതുമുത്തച്ഛന്മാര് പോലും രൂപപ്പെടുന്നതിന്റെ, അവര് പിറവിയെടുക്കുന്നതിന്റെ ഒക്കെ മുമ്പ് തന്നെ അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണത് എന്ന് കൂടി മനസ്സിലാക്കുക. മറ്റൊരു സംഗതി, കഅബ ഉണ്ടാക്കുന്നതിന് എത്രയോ മുമ്പ് മോഹനങ്ങളായ മന്ദിരങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വസ്തുതാപരമായിട്ട് ശരിയല്ല. കഅബ മനുഷ്യ സമൂഹത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ നാഗരികതയുടെ ഏറ്റവും തുടക്കഘട്ടത്തില് നിർമ്മിക്കപ്പെട്ട മന്ദിരമായിട്ടാണ് ഖുർആൻ പറയുന്നത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ആദ്യമായി പണിയപ്പെട്ട മന്ദിരം ലല്ലദീ ബിബക്കത, മക്കയിലുള്ളതാണ്. മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ, അനുഗ്രഹീതവും ലോകത്തിന് മാർഗദർശനവുമായ ആ മക്ക പ്രദേശത്തുള്ളതാണ് ആ കഅബ മന്ദിരം. അത് ആണ് മനുഷ്യർക്ക് മാർഗദർശനമായിട്ട്, അനുഗ്രഹമായിട്ട് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ നിർമ്മിതി എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് പൗരാണിക കാലത്ത് തന്നെ കഅബ ഉണ്ടാക്കുന്നതിന് പോലും മുമ്പ് ഇന്ത്യയിൽ അത്തരം സുന്ദരമായ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. കഅബക്ക് അങ്ങനെ പറയത്തക്ക സൗന്ദര്യമൊന്നുമില്ല. അത് നിങ്ങൾ കണ്ടു നോക്കാത്തതുകൊണ്ടാണ്. അതൊരു കട്ടയാണ്, ഒരു ചതുരക്കട്ട. സൗന്ദര്യത്തിൽ മത്സരിക്കുന്ന ഒരു കെട്ടിടമല്ല കഅബ. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ പഴയ കാലത്ത് പൗരാണിക ലോകത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അറിയില്ല. പല ക്ഷേത്രങ്ങളുടെയും രൂപം കണ്ടാലും. പക്ഷെ ഇത് കഅബയുടെ കാലവും ഇതും തമ്മിൽ എന്ത് ബന്ധം? ഇന്ത്യയിൽ ജനവാസം തുടങ്ങുന്നതിന്റെ പോലും എത്രയോ മുമ്പ് ലോകത്ത് നിർമ്മിക്കപ്പെട്ട, മനുഷ്യർക്കായി നിർമ്മിക്കപ്പെട്ട ഒരു ഭവനമായിട്ടാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ഖുർആൻ പറയുന്ന ആ കാര്യം അംഗീകരിക്കുന്നുവെങ്കിൽ പിന്നീട് ലോകത്ത് പലയിടത്തും സംസ്കൃതികളും നാഗരികതകളും ഒക്കെ ഉണ്ടായി വന്ന പോലെ ഒരുപക്ഷെ അതിനേക്കാളും മുന്നേ ആയിട്ടൊക്കെ ഇന്ത്യയിലും പല അത്തരം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിനെന്താണ് പ്രശ്നം? ഇന്ത്യയിലാണെന്ന് കരുതിയിട്ടുണ്ടാവുന്നതിന് എന്താ പ്രശ്നം? ഇനി ഇന്ത്യയിലായി എന്നതുകൊണ്ട് എന്ത് മികവാണുള്ളത്? ബാക്കി നാടുകളിൽ ഉണ്ടായതിനൊന്നും മികവില്ലേ? എല്ലായിടത്തും ഉള്ളത് തുല്യമായ പ്രാധാന്യമുള്ള സംഗതികൾ തന്നെയാണല്ലോ. എല്ലാം പ്രധാനമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഭൂമുഖത്തുള്ള ഒരു പ്രദേശമാണ്. അതല്ലാതെ ഇതിന് വെളിയിലുള്ള ഒരിടമല്ല.
അപ്പോ ഭൂമുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രധാനം തന്നെയാണ്. അതുപോലെ ഇന്ത്യയും പ്രധാനമാണ്. അപ്പോ കഅബ നിർമ്മിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു എന്നത് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. അത് നിങ്ങൾ ചരിത്രപരമായിട്ട് പരിശോധിച്ച് നോക്കും. കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലത്താണ് എന്ന തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അതിന്റെ പുനർനിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത്. ഖുർആൻ പറയുന്നതും അങ്ങനെയാണ്. മനുഷ്യോൽപത്തിയുടെ ആ ഘട്ടത്തിൽ തന്നെ മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് ഈ കഅബ എന്ന് പറയുന്നത്. അത് എപ്പോഴാണോ ആദ്യമായിട്ട് മനുഷ്യൻ ഭൂമുഖത്ത് സാന്നിധ്യം അറിയിക്കുന്നത്, ആ ഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഗതിയായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം മനുഷ്യൻ ഉത്ഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വലിയ സുന്ദരമായ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് വസ്തുത ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്രോതസ്സുകളൊന്ന് പരിശോധിച്ച് നോക്കും. വേറെ ഒരു ചോദ്യം, കപ്പലുണ്ടാക്കിയത് പല മനുഷ്യർ ചേർന്ന് അതിന്റെ ശ്രേയസ്സും അള്ളാഹു അടിച്ചു മാറ്റുന്നതല്ലേ കാണുന്നത് എന്നതാണ്. കപ്പലുണ്ടാക്കിയത് മാത്രമല്ല, കപ്പലുണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനുള്ള ആശയം മനസ്സിലിട്ട് കൊടുത്തത് പോലും അള്ളാഹുവാണ് എന്നാണ് ഖുർആൻ അവകാശപ്പെടുന്നത്. അതിലെന്താ സംശയമുള്ളത്? മനുഷ്യ മനസ്സിൽ ആശയം ഇട്ട് കൊടുക്കുന്നത് നിങ്ങളാണോ ഞാനാണോ? എന്റെ മനസ്സിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, എന്റെ മനസ്സിൽ ഓരോ നിമിഷവും ഉണ്ടാവുന്ന ആശയങ്ങൾ അത് ഞാൻ ഉണ്ടാക്കുന്നതല്ല. എനിക്ക് അതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല. എന്ത് ആശയം എന്റെ മനസ്സിൽ എപ്പോ വരണം എന്നത് ഞാൻ തീരുമാനിക്കുന്ന കാര്യമേ അല്ല എന്നത് എനിക്കറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനി അതല്ല, നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് അവകാശം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഒരു മഹാ അധികായനായ വ്യക്തിയായിരിക്കണം. ലോകത്തെ പലരുടെയും മനസ്സിൽ ആശയങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുള്ള ഒരാളാവണല്ലോ നിങ്ങൾ. അപ്പോ നമുക്ക് അങ്ങനെ ആ രീതിയിൽ അത് ശരിയാണോ എന്ന് പരിശോധിക്കാം. അപ്പോ വേറൊരു ചോദ്യം, വിമാനം, ട്രെയിൻ, കാർ, കപ്പലുകൾ തുടങ്ങിയ ആധുനിക വാഹനങ്ങളൊക്കെയും ഒന്നും തന്നെ അള്ളാഹു വിഭാവനം ചെയ്തവയല്ലല്ലോ എന്നാണ്. അള്ളാഹു വിഭാവനം ചെയ്തത് തന്നെയാണ് അതൊക്കെ. അള്ളാഹു വിഭാവനം ചെയ്ത് മനുഷ്യന് ആശയം ഇട്ടുകൊടുത്തതും അതിനു വേണ്ട മെഹോൾ ഒരുക്കി കൊടുത്തതുമാണ്. അതിന് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുത്തത് കൊണ്ടുമാണ് മനുഷ്യന് അത് ഉണ്ടാക്കാൻ സാധിച്ചത്. അതിന്റെ ക്രെഡിറ്റ് മടിക്കാതെ മനുഷ്യരായ സൃഷ്ടാക്കൾക്ക് കൊടുക്കുന്നതല്ലേ ശരി എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യരായ ഇതിനെ രൂപകൽപ്പന ചെയ്ത ആളുകൾക്ക് അതിൽ പങ്കുണ്ട്. അത് അള്ളാഹു അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. നൂഹ് അലൈഹി ഇസ്ലാമിനോട് കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ട കാര്യം ഖുർആനിൽ പറയുന്നില്ലേ? മറിച്ച് അള്ളാഹു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നൂഹിന് ഒരു കപ്പൽ ഉണ്ടാക്കി കൊടുത്തു എന്നാണോ പറയുന്നത്? അതല്ലല്ലോ. അള്ളാഹു നൂഹിന്റെ മനസ്സിൽ ആശയം ഇട്ടുകൊടുത്തു, അതുണ്ടാക്കാൻ വേണ്ട സാമഗ്രികൾ ഒരുക്കി കൊടുത്തു, അത് പ്രയോജനപ്പെടുത്തിയിട്ട് നൂഹ് അത് നടപ്പിലാക്കി. ഇതാണ് വസ്തുത എല്ലാറ്റിന്റെയും കാര്യത്തില്. അതല്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇത് അള്ളാഹു ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ അങ്ങ് തന്നു എന്നല്ലല്ലോ അള്ളാഹു പറയുന്നത്. അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ മൂക്കുന്ന് ജലദോഷമൊക്കെ ഉള്ള സമയത്ത് നീരൊഴുകി വരൂലേ, അതുണ്ടാക്കിയത് നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശരിയാണ്? അതുപോലും ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. കാരണം നിങ്ങളുടെ മൂക്കിലെ അല്ലെങ്കിൽ ശരീരത്തിലെ ചില ഗ്രന്ഥികളുടെ പ്രവർത്തനം കാരണമായിട്ടാണ് മൂക്കൊലിപ്പ് ഉണ്ടാവുന്നത്. അതിൽ നിങ്ങൾക്ക് എത്ര പങ്കുണ്ട്? എന്നാ പിന്നെ പെട്ടെന്ന് ആ മൂക്കൊലിപ്പ് വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അല്ലെങ്കിൽ ആവശ്യമുള്ള ആ മൊമെന്റിൽ മൂക്കൊലിപ്പ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് കഴിയില്ല. അതൊന്നും അല്ലല്ലോ. മൂക്കൊലിപ്പ് ഉണ്ടാവുമ്പോ അതില്ലാണ്ടാക്കാനും നിങ്ങൾ വിറക്കും പയ്യാണ്. മൂക്കൊലിപ്പ് ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഒരു മാന്ത്രികത കാണിച്ചുകൊണ്ട് മൂക്കൊലിപ്പ് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഒക്കെ പിന്നില് ദൈവികമായ നിയന്ത്രണവും ആസൂത്രണവും ഉണ്ട് എന്നതാണ് ഖുർആൻ പറയുന്ന കാര്യം. അതുകൊണ്ട് കപ്പൽ നിർമ്മിച്ച ആൾക്കും തീവണ്ടി ഉണ്ടാക്കിയ ആൾക്കും ബൾബ് കണ്ടുപിടിച്ച ആൾക്കും റേഡിയോ കണ്ടുപിടിച്ച ആൾക്കും അവരർഹിക്കുന്ന അംഗീകാരം അള്ളാഹു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നൂഹ് അലൈഹി ഇസ്ലാമിനോട് കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞതിന്റെ കാര്യം ആ നിർമ്മാണ പ്രക്രിയയിലുള്ള പങ്ക് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. അത് നിഷേധിക്കുന്നില്ല അള്ളാഹു. പക്ഷെ അത് സബ്ജക്ട് ടു വാട്ട് അള്ളാഹ് ഹാസ് ഡൺ ഫോർ നൂഹ് എന്നതാണ്. അള്ളാഹു എന്താണോ നൂഹിന് വേണ്ടി
നൂഹ് അലൈഹി ഇസ്ലാം അത് ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിലേ അത് നൂഹ് അലൈഹി ഇസ്ലാമിന് സാധിക്കുകയുള്ളൂ. അത് ആർക്കും അങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പൊ മറ്റൊരു ചോദ്യം, ഇനി ഇറാനിലും മറ്റും ജനങ്ങൾക്ക് ഇസ്ലാമിൽ താല്പര്യം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് മറ്റൊരു ചോദ്യം. ഇറാനിലും മറ്റും ഇസ്ലാമിന് താല്പര്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നിങ്ങളുടെ അമേരിക്ക ചെയ്യുന്നത് പോലെയുള്ള ദിവാസ്വപ്നം മാത്രമാണ്. അവിടെ ആളുകൾക്ക് ഇറാനിൽ നല്ല ലോകത്ത് എവിടെയും ഏത് വിശ്വാസ ദർശനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും. അത്തരം ആളുകളെ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികള് സ്പോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അവർക്ക് വേണ്ട പിൻബലം കൊടുത്ത് ഒരു നാടിനെ സങ്കീർണമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. അത് സ്വാഭാവികമായിട്ട് ചില രാഷ്ട്രതന്ത്രജ്ഞന്മാർ ചെയ്യുന്ന കാര്യം എന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് പിളർന്നു പോകുന്നതിന് ഒരു പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ ഉണ്ടായ ഘട്ടത്തില് അതില് അയൽരാജ്യമായി ഇന്ത്യക്ക് ഒരു പങ്കുണ്ടായിരുന്നു എന്നത് ചരിത്ര വസ്തുത എന്ന നിലക്ക് അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ സൈനികരെ അങ്ങോട്ട് പറഞ്ഞയച്ചതും അവിടെ നയതന്ത്ര തലത്തില് ഒരു ഭിന്നത ഉണ്ടാക്കിയതും ഒക്കെ രാഷ്ട്രതന്ത്രജ്ഞന്മാര് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അത് നമുക്കറിയാം. അപ്പൊ അതുപോലെയുള്ള ഇതൊക്കെ ചെറിയ ചീള് കേസ് എന്ന് പറയാം. പക്ഷെ അതുപോലെ അല്ലാത്ത വളരെ വലിയ ആസൂത്രണവും അതുപോലെ ഉപജാപങ്ങളും ഒക്കെ നടത്തിയിട്ട് രാജ്യങ്ങളെ മറിച്ചിടുക എന്നത് ഇത്തരം സാമ്രാജ്യങ്ങള് എത്രയോ നൂറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോ അത് ചെയ്യുന്നത് അമേരിക്കയാണ് എന്നതാണ്. അമേരിക്കയെ മറിച്ചിടാൻ വേണ്ട ഉപജാപങ്ങൾ വേറെ ചില ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ടാകും. അപ്പൊ അവരുടെ കാര്യം അവസാനിക്കുന്നതോടെ മറ്റൊരു കൂട്ടരായിരിക്കും അത് നിർവഹിക്കുക. അതല്ലാതെ ഇസ്ലാമിലുള്ള താല്പര്യം ഇറാനികള് കൈയൊഴിഞ്ഞു എന്ന് സങ്കല്പിക്കുന്നത് വെറും തെറ്റായ ഒരു ധാരണ മാത്രമാണ്. ഈ ഇസ്ലാമിന് താല്പര്യം ഇല്ലാതെയായി ഒരു കൂട്ടർക്ക് എന്ന് പറയുന്ന ആളുകൾ പോലും അത് പറയാൻ സന്നദ്ധല്ല. അവര് ഈ ഭരണം നടത്തുന്ന ആളുകള് മുന്നോട്ട് വെക്കുന്നതല്ല ഇസ്ലാം, ഞങ്ങൾ പറയുന്നതാണ് ഇസ്ലാം എന്നൊക്കെയാണ് പറയുക. എല്ലാ കാലത്തും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അല്ലാതെ ഇസ്ലാമിനെതിരിലാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തകർക്കാൻ പോവുകയാണ് എന്നുള്ള നിലക്കല്ല അവർ പോലും പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, പുരോഗതിയെ പിറകോട്ട് നയിക്കുന്ന രീതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ആധുനിക ശാസ്ത്രം എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടുപിടിക്കുകയുണ്ടായത്? എന്തെല്ലാം അതിശയകരങ്ങളായ കണ്ടെത്തലുകളിലൂടെയാണ് ശാസ്ത്രം മനുഷ്യവംശത്തെ സഹായിച്ചത്? ഇതാണ് ചോദ്യം. അതിനെല്ലാം അപഹസിക്കുന്ന രീതിയിൽ യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ ശരിയാകും എന്നാണ് ചോദിക്കുന്നത്. വിശ്വാസ്യതയില്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. എന്നല്ല, എല്ലാ കാലഘട്ടങ്ങളിലും ശാസ്ത്രം എന്ന പേര് പറയാതെയോ മനുഷ്യര് നടത്തിയിട്ടുള്ള കണ്ടെത്തലുകളും അതുപോലെ ഗവേഷണങ്ങളും ഒക്കെ തന്നെ വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം മനുഷ്യൻ ആർജിച്ച അറിവ് അമൂല്യമായ ഒരു സമ്പത്തായി കണ്ടുകൊണ്ട് അത് നഷ്ടപ്പെടുന്നതിനെ കാവലിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഒരു അറിവ് എന്നതിനെ വിശ്വാസിയുടെ കളഞ്ഞുപോയ മുത്താണ്, അത് എവിടെ കണ്ടാലും തിരിച്ചു പിടിച്ചോളണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുള്ളത്. അറിവ് തേടി നിങ്ങൾ ചൈനയിലും വരെയും പോകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതും ഹദീസുകളിൽ കാണാം. ഓരോ പ്രദേശങ്ങളിലും വികസിച്ച നാഗരികതയുടെ ഫലമായി പല കണ്ടെത്തലുകളും മനുഷ്യൻ നടത്തിയത് മുഴുവനും തന്നെയും മനുഷ്യന് പ്രയോജനകരമായ കാര്യങ്ങളാണ്. അത് നഷ്ടപ്പെട്ടുകൂടാ. അതിന് കാവലിരിക്കല് മുസ്ലിമിന്റെ ഒരു ചുമതലയായിട്ട് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. അറിവ് നേടലും മാത്രമല്ല, പ്രചരിപ്പിക്കലും അത് വികസിപ്പിക്കലും ഒക്കെ ഏറ്റവും വലിയ ദൈവാരാധനയായിട്ട് ഇബാദത്തായിട്ട് പഠിപ്പിച്ച ദീനാണ് ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചല്ല, ഒരുപക്ഷെ അത് നിങ്ങളുടെ മനസ്സിലുള്ള മതസങ്കല്പങ്ങളെ കുറിച്ചായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പോ ഇതില് പുരോഗതിയെ പിറകോട്ട് വലിക്കുന്ന യാതൊന്നും ഇസ്ലാം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേവല ശാസ്ത്രമല്ല, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന തിരിച്ചറിവോട് കൂടിയുള്ള ശാസ്ത്രാന്വേഷണമാണ് മനുഷ്യന് ഏറ്റവും ഏറെ പ്രയോജനകരമായി മാറുക. അതാണ് അവനെ വിജയത്തിൽ എത്തിക്കുക. അതല്ലെങ്കിൽ
ഭൗതികാർത്ഥത്തിലുള്ള നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പോലും ജീവിതം എന്താണ് എന്ന തിരിച്ചറിവില്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത പല ശാസ്ത്രജ്ഞന്മാരുടെയും കൂട്ടത്തില് ആയിപ്പോകും നമ്മളൊക്കെ. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യത്തിന്റെ ഒരു ആകത്തുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അവതരിപ്പിക്കപ്പെട്ട ആയാത്തുകളുടെ ആദ്യത്തെ ആയത്ത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൃഷ്ടികർമ്മം നടത്തിയ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം എന്നാണ് നിർദ്ദേശം. പഠനം, ഗവേഷണം, കണ്ടുപിടുത്തം ഇതൊക്കെയും അതിന്റെ ഭാഗമാണ്. പക്ഷെ അത് ചെയ്യേണ്ടത് ഒരു സ്രഷ്ടാവായ റബ്ബുണ്ട് എന്ന തിരിച്ചറിവോട് കൂടിയാവണം. അല്ലെങ്കിൽ ദിശാബോധം ഉണ്ടാവില്ല. നിങ്ങൾ മനുഷ്യവംശത്തെ, മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള പലതിലേക്കും ആയിരിക്കും നിങ്ങളുടെ പഠനവും ഗവേഷണവും അന്വേഷണവും കണ്ടുപിടുത്തവും ഒക്കെ എത്തിച്ചേരുക. മനുഷ്യന് ചില നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട്. ആ നിയന്ത്രണങ്ങൾ ഉണ്ടാവല് അള്ളാഹുവിനെ കുറിച്ച്, സ്രഷ്ടാവായ ദൈവത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവുമ്പോഴാണ്. അതുകൊണ്ടാണ് വായന സൃഷ്ടികർമ്മം നടത്തിയ നാഥന്റെ നാമത്തിലാവണം എന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. അത് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം കൂടി വായിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു സംശയം കൂടി. അമാവാസിക്ക് തൊട്ടും ഉടനെയുള്ള ദിവസം ചന്ദ്രമാസത്തിന്റെ പുതിയ ദിവസമാണ്, അല്ലെങ്കിൽ പുതിയ മാസത്തിന്റെ തുടക്കമാണ് എന്ന് പറഞ്ഞിരുന്നുവല്ലോ നേരത്തെ. അത് ഏത് കാലഘട്ടത്തിലെ ആളുകൾക്കും സാങ്കേതിക വിദ്യയുടെ പിൻബലമില്ലാതെ തന്നെ മനസ്സിലാക്കാനാകും എങ്കിൽ നബിയുടെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ചന്ദ്രക്കല ദർശിക്കൽ കൊണ്ടാണ് നോമ്പും പെരുന്നാളും തീരുമാനിക്കേണ്ടത് എന്ന് എങ്ങനെ വന്നു? ഹദീസിൽ വല്ല പ്രശ്നവും ഉണ്ടോന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോ ഇത് സംബന്ധമായിട്ട് ഉദ്ധരിക്കപ്പെടാറുള്ള ഹദീസ് സുമൂലി റുഇയതിഹി വഅഫ്തിറൂലി റുഇയതിഹി എന്നാണ്. ചന്ദ്രന്റെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നാണ്. ഇത് ചന്ദ്രദർശനം എന്നത് ആണ് ഈ നോമ്പിന്റെ തുടക്കത്തിന്റെയും അവസാനിപ്പിക്കലിന്റെയും ഒക്കെ മാനദണ്ഡം. വേറെ മാനദണ്ഡമൊന്നുമല്ല. സൂര്യൻ ഉദിക്കുന്നതോ അല്ലെങ്കിൽ നെറുകയിൽ സൂര്യൻ എത്തുന്നതോ ഒന്നുമല്ല മാനദണ്ഡം. മറിച്ച് ചന്ദ്രന്റെ അപ്പിയറൻസ് ആണ്, ചന്ദ്രന്റെ വിസിബിലിറ്റി ആണ് അതിനുള്ള മാനദണ്ഡം എന്നതാണ് പറയുന്നത്. ഇത് പക്ഷേ നമ്മളിപ്പോ പിന്തുടർന്നു വരുന്ന പടിഞ്ഞാറൻ ചക്രവാളത്തില് മാസാവസാനത്തില് നമ്മള് സന്ധ്യാസമയത്ത് സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രനെ കാണുക എന്നൊരു സംഗതിയാണ് എന്ന ധാരണയിലാണ് ലോകത്ത് മുസ്ലിം സമൂഹത്തിലെ പാരമ്പര്യ സമൂഹങ്ങൾ മിക്കവാറും പിന്തുടർന്നു വരുന്നത്. പക്ഷെ അത് വസ്തുതാപരമല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഹദീസിലോ ഇനി വേറെ ഒരു ഹദീസിലുമോ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സന്ധ്യാസമയത്ത് സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രനെ ദർശിക്കുക മാസാന്ത്യത്തില് എന്ന വിധത്തില് മനസ്സിലാക്കാൻ കഴിയുന്ന യാതൊരു സൂചനയും ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്, ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി ചന്ദ്രന്റെ ദൃശ്യത എന്നത് പൗരാണിക അറബികൾക്ക്, എല്ലാ പൗരാണിക സമൂഹങ്ങൾക്കും അവർ നിത്യേന എന്നോണം നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്. അതിലെ അവസാനത്തെ ഫേസിനെ കുറിച്ച് ഖുർആൻ ഒരു ക്ലൂ നൽകുന്നുണ്ട്. അത് ഉർജൂനുൽ ഖദീം എന്ന പരാമർശമാണ്. ഒരു പഴകി ദ്രവിച്ച ഈത്തപ്പന കൊലച്ചില്ലയുടെ രൂപത്തില് ചന്ദ്രനാവുന്നതാണ് അവസാനത്തേത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ചന്ദ്രന്റെ അദൃശ്യതയെ കുറിച്ച് മഹൗന ആയത്തല്ലയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് അള്ളാഹു ഒരു അടയാളപ്പെടുത്തലാക്കി വെച്ചതാണ്. 30 ദിവസത്തില് ഒരു ദിവസം ചന്ദ്രൻ ഓഫായി കിടക്കുമ്പോൾ നമുക്ക് ഏത് പൗരാണിക സമൂഹത്തിനും മനസ്സിലാവും ഒരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്, ഇവിടെ കാര്യങ്ങൾ അതിന്റെ ദിശ മാറുകയാണ് എന്നത്. 30 ദിവസവും തെളിഞ്ഞു നിന്നിരുന്ന അല്ലെങ്കിൽ 29 ദിവസം തെളിഞ്ഞു നിന്നിരുന്ന ചന്ദ്രൻ ഒരു ദിവസം കാണാതെയാവുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ചന്ദ്രന്റെ ദൃശ്യതയില്ലാത്ത ആ ഒരു ദിവസം കാര്യങ്ങളിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന ദിവസമാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഷിഫ്റ്റ് ഉണ്ടാവുന്ന ആ സമയം മുതൽ പിന്നെ ചന്ദ്രന്റെ വിസിബിൾ ആവുന്ന ഭാഗം അതുവരെ വിസിബിൾ ആയിരുന്നതിന്റെ നേരെ വിപരീത ദിശയിലുള്ളതാണ്. അതുവരെ മുകൾ ഭാഗം ആണ് വിസിബിൾ ആയിരുന്നതെങ്കിൽ ഇപ്പോൾ താഴ്ഭാഗമാണ് വിസിബിൾ ആയി തുടങ്ങുന്നത്. ആ വിധത്തില് നമുക്കതിനെ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കും.
മാസത്തിന്റെ ചന്ദ്രമാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ദൃശ്യമായിരുന്ന ആ ഭാഗമല്ല പിന്നെ അടുത്ത മാസത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ വിസിബിൾ ആവുക. ഓപ്പോസിറ്റ് സൈഡാണ് ഇത്. പ്രകടമായിട്ട് ആ ഷിഫ്റ്റിംഗ് ഉണ്ടാവുന്ന ദിവസമാണ് അമാവാസി ദിവസം. അമാവാസി ദിവസം അന്ന് അള്ളാഹു ചന്ദ്രനെ അദൃശ്യമാക്കുന്നത് തന്നെ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ്. അത് അദൃശ്യമാകുന്നതോടുകൂടി ആ മാസം അവസാനിച്ചു എന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ദിവസം മുതല് പുതിയ മാസമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇതല്ലാതെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട് ഏകദേശം ഒരു 8-9 വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടും ഒരൊറ്റ സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു മാസത്തിന്റെ അവസാനത്തില് ചന്ദ്രദർശനം നടത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധ്യാനേരത്ത് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നീങ്ങി അവിടെ പോയി അത് നോക്കി നിന്നു. കൂടെ കുറെ ആളുകളെ കൂട്ടി, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ അതിനു വേണ്ടി പറഞ്ഞയച്ചു, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ സ്വമേധയാ പോയിട്ട് നിരീക്ഷിച്ച് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റിപ്പോർട്ട് ചെയ്തു എന്ന വിധത്തിലൊന്നും ഒരു തരിമ്പ്, ഒരു കഷ്ണം ഹദീസ് പോലും ഇല്ല. അതുകൊണ്ട് ഈ മേഖലയിൽ വ്യക്തമായൊരു മാർഗഭ്രംശം പരമ്പരാഗതമായി ഇത് തീരുമാനിക്കുന്ന ആ വീക്ഷണത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അതാണ് ഇതിലുള്ള വിഷയം. അതുകൊണ്ട് ഈ ചന്ദ്രന്റെ കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നോമ്പ് നോക്കാനും നോമ്പ് അവസാനിപ്പിക്കാനും പറഞ്ഞതിൽ യാതൊരു പ്രശ്നവും ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ആ ഒന്നാമത്തെ നാളിലെ ചന്ദ്രക്കല എന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒന്നാമത്തെ ദിവസത്തെ ചന്ദ്രക്കല എന്നതാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ക്ലൂ ആ ഹദീസിലോ അതുപോലെയുള്ളതിലോ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് നിത്യേന എന്നോണം ചന്ദ്രനെ ദർശിക്കുന്ന ഒരു സമൂഹത്തിന് അവർക്ക് ആ മാസം അവസാനിക്കുന്ന ദിവസം മനസ്സിലാവും കൃത്യമായിട്ട്. ഉർജൂനുൽ ഖദീം കണ്ടു കഴിഞ്ഞാൽ തൊട്ടുടനെയുള്ള ദിവസം കാണൂലാത്ത ദിവസമാണ്. അന്നാണ് കഞ്ചക്ചർ ഉണ്ടാവുക. ആ കഞ്ചക്ഷൻ നടക്കുന്ന ദിവസം അത് ഷിഫ്റ്റിംഗ് നടക്കുന്നു. അതിനെ തുടർന്നുള്ള ദിവസം വിസിബിൾ ആവുന്നത് ചന്ദ്രന്റെ നേരെ വിപരീത വശം ആണ് എന്നതാണ് ഇത് നിരീക്ഷിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യം. ഇത് കണ്ടെത്തി മനസ്സിലാക്കി നൂറ്റാണ്ടുകൾക്ക് വേണ്ട ഒരു പഞ്ചാംഗം തന്നെ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.